പെട്ടെന്ന് ചോദിക്കുമ്പോ ഒരു 30,000 രൂപ എടുത്ത് തരാൻ പൈസ ആയിട്ട് എന്റെ അടുത്തില്ല. നമുക്ക് ഈ ഫണ്ട് ഒപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു ഐഡിയ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഐഡിയ വേണ്ട, എന്ത് അല്ലാതെ പൈസ ഉണ്ടാക്കാനുള്ള ഏർപ്പാടാണ്, പൊളിക്കാനുള്ളതല്ലേ. അപ്പൊ എന്റെ ഐഡിയ നീ ഇന്നുവരെ എടുത്തിട്ടില്ല, ഒരു കാര്യം നടത്തിയിട്ടില്ല. അതെ നമ്മളിപ്പോ ഇങ്ങനെ ഇതന്നെ പറഞ്ഞോണ്ടിരുന്നിട്ടില്ല. ഒരു കാര്യം പറയട്ടെ, അല്ല എന്റെ ഒരു അഭിപ്രായം, നീ ഒരു ഐഡിയ പറയാന്ന് പറഞ്ഞോണ്ട് ഞാൻ പറയണ കേട്ടോ. ഞാൻ ആ മിഷീൻ അടിച്ചിട്ട് ഉണ്ടാക്കിയ വരുമാനത്തിൽ നിന്ന് കുറേശ്ശെ നീക്കി വെച്ചൊരു കുറി ചേർന്നുണ്ടായിരുന്നു. അതൊരു 30,000 രൂപ എനിക്ക് അടുത്ത് കിട്ടി. പിന്നെന്തിനാ അന്വേഷിച്ച് നടക്കണത് പറഞ്ഞു തീരട്ടെ, എന്നിട്ട് എന്തിനും ചെയ്യാൻ പറ്റുമോ നോക്ക്. അല്ല ഈ ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞോണ്ട് പറയാം. പൈസ തന്നെ പിന്നെ കുഴപ്പമില്ല എത്ര ചങ്ങായി. ആ 30,000 ഉറുപ്പ്യ ഇന്ത്യയിലല്ല ഉള്ളത്, റസിയാടയിലാണ്. ഇങ്ങക്ക് പലതവണ ഞാൻ കായ് തന്നിട്ടുണ്ട്, ഇനിയും കായ് എനിക്ക് ഇങ്ങോട്ട് തരാനാണ്, അതുകൊണ്ട് ഇത് ഞാൻ തരൂല എന്നും പറഞ്ഞിട്ട് അനവധി തവണ ഞാൻ ചോദിച്ചിട്ടും ആ കായ് എനിക്ക് കിട്ടിയിട്ടില്ല. റസിയാടെ അടുത്തല്ലേ? അത് മറ്റേ LIC അടച്ച പോലെയാണ്, പരീക്ഷ മരിക്കുമ്പോ കിട്ടും, കാണിക്കേണ്ടി വരും. അല്ല അതെന്തിനാവട്ടെ, ആ കായ് കിട്ടിയാൽ കിട്ടില്ല, ആ കായ് ഓനക്ക് ഞാൻ തിരിമറിക്കാൻ. ഈ പറയണ 30,000 രൂപ വീട്ടില് പൈസ ആയിട്ട് ഇരിപ്പണ്ടാ? ഉണ്ടെന്നല്ലാണ്ട് ഓളെന്താ ആ കായ് കൊണ്ട്. എന്നാ വാസൂട്ടി, ആ പൈസ നമുക്ക് 2 ദിവസത്തിനുള്ളിൽ മേടിച്ചെടുക്കാം. അതിനൊക്കെ വിദ്യയുണ്ട്. എന്താ ഐഡിയ ഉണ്ടെന്ന്. നിങ്ങൾക്ക് പൈസ കിട്ടിയാ പോരെ? അല്ല എന്റെ ഐഡിയ പറഞ്ഞിട്ട് ഞാൻ പണ്ടത്തെ മാതിരി ആ കല്ല് പൊതിഞ്ഞ് കൊണ്ടത്തെ കാര്യമായിട്ടാണോ? കല്ല് പോഞ്ഞാലും കാര്യം എന്നല്ല, അതൊക്കെ 2018. ഇപ്പൊ 2020 പുത്തൻ ഐഡിയ ആണത്. വീട്ടിൽ കയറാൻ പറ്റണോ? ഇല്ല, ഞാനിവിടെ വെറുതെ കിടന്ന് ഉറങ്ങിയെന്നാണ് നിങ്ങളുടെ ധാരണ. കണ്ണീ കണ്ട ഒരു പണിയെടുത്ത് വെച്ചാൽ പൈസ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാന്നുള്ള റിസർച്ചാണ് ഞാൻ ഇവിടെ കിടന്ന് ആലോചിക്കുന്നത്. അത് ആലോചിക്കണ നേരം കൊണ്ട് എനിക്ക് പണിക്കാൻ പോയിക്കൂടെ? അപ്പൊ ഇതിനാള് വേണ്ടേ? എല്ലാവരും അങ്ങോട്ട് കൽപ്പണിക്കും മരപ്പണിക്കും പോയിട്ട് എന്താ കാര്യം? അതെ, ഞാൻ പറയണ പോലെ അങ്ങോട്ട് ചെയ്തേച്ചാ മതി. നാളെ രാവിലെ അതെ അതെ റോഡ് ഈ ഭാഗത്തൂടെ അങ്ങ് പോകും. നമ്മൾ അവിടെ നടന്നു വന്നാൽ അത് നിങ്ങളൊന്ന് സഹായിക്കും. വേഗം ആവട്ടെ കേട്ടോ, സമയമില്ല. അങ്ങറ്റത്തെ വിളിച്ചോ, മാർക്ക് പഠിക്കണ്ട അങ്ങനെ പോവും. നമുക്ക് ഇവിടെ മതി എന്ന് തോന്നുന്നു. ഇവിടെ പഠിച്ചു സർവേ ആരുടെ വീടായാലും സർവേ എടുക്കണ്ട. വീട്ടിലെ ആളുകൾ ആരുമില്ലേ? മേളിന്ന് എടുക്കണ്ടല്ലേ? ഇത്രേ ഉള്ളൂ. അല്ല നമ്മളെ ജോലിയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ എന്ത് ചെയ്യും? കേട്ടോ, വികസനത്തിന്റെ ഭാഗമായിട്ട് വന്നാണ് ഒരു ആണി അടിക്കുന്നത് ഇവിടെ. റോഡ് അവിടെയാണ് കിടക്കുന്നത്. ഇത് എന്റെ വീടാണ്. അല്ല മാഷേ, നിങ്ങൾ ഈ പത്രം ഒന്നും വായിക്കാറില്ലേ? എന്റെ വീടിന്റെ മുമ്പത്തെ ആണി അടിക്കുന്നതിന്റെ കാര്യം. അയ്യോ, റോഡ് വികസനത്തിന്റെ കാര്യമല്ലേ ഇപ്പൊ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? അല്ല നിങ്ങളിപ്പോ ഏത് റോഡിന്റെ കാര്യം പറഞ്ഞു? റോഡ് അവിടെയാണ് കിടക്കുന്നത്. എയർപോർട്ട് അറിയാമോ? എയർപോർട്ടിന്റെ അവിടെ നിന്ന് സീപോർട്ട് വഴി ഇങ്ങനെ ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ കായലോരത്തോട്ട് പോകുന്നുണ്ട്. അതെന്താ ധ്യാനെ? ഇതുവഴിയല്ലേ വരുന്നത്, മെയിൻ റോഡിന്റെ അവിടെ കൂടെ വരാൻ പറ്റൂ. നിങ്ങൾ എന്താ ഈ പറയണേ? ഇത് ഇന്റെ വാപ്പാട് സ്വത്താണ്. വാപ്പാട് സ്വത്താണ് സാറേ. നമുക്ക് കിട്ടിയ സർവേ പ്രകാരം ഇവിടെയാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. കാരണം നമ്മൾ അളന്നപ്പോ ഇവിടെയാണ് മാർക്ക് ചെയ്യേണ്ട ഒരു സ്ഥലം വരുന്നത്. അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ അടിക്കണ്ടേ? ഞങ്ങളെ അറിയിക്കണ്ടേ? അടിച്ചോട് നിങ്ങൾ. പറ്റില്ല. ഒരു മിനിറ്റ്. അല്ല നിങ്ങൾ ഈ പറ്റൂലെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ജോലി തടസ്സപ്പെടുത്തി കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. അത് എനിക്കൊന്ന് അന്വേഷിക്കണല്ലോ. നിങ്ങൾക്ക് പകരം വേറെ സ്ഥലം തരുന്നുണ്ട്. അത് നിങ്ങൾ നമ്മള് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യം സാറേ. എന്താ കാര്യം എന്നറിയോ? അതായത് നിങ്ങളിപ്പോ ഉദ്യോഗസ്ഥരാവും, നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഞങ്ങൾ ഇവിടെ ഒരു കുടുംബമായിട്ട് ഇവിടെ ജീവിക്കല്ലേ. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഉമ്മത്ത് വന്നിട്ട് ഒരു ആണി അടിക്കാന്ന് പറഞ്ഞാൽ ചോദിക്കാനും പറയാനും ആളില്ലാത്ത മാതിരിയാണ്. ഒരു ആണിയുടെ കേസല്ലേ ഉള്ളൂ, അത് അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞില്ലേ? നിങ്ങൾ ആണി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ റോഡ് വരും എന്നൊക്കെ പറഞ്ഞാല് ഞങ്ങൾക്ക് അതിന് പരാതി ഉണ്ടെങ്കിലോ? റോഡ് 2-3 വർഷം കഴിയില്ലേ? ഒരു ആണിയല്ലേ ഉള്ളൂ, അതൊന്ന് മാർക്ക് ചെയ്തിട്ട് പൊക്കോട്ടെ. ഒരു ആണി ഉള്ളോന്നാ പറഞ്ഞ അവര് മാർക്ക് ചെയ്തിട്ട് പോക്കോട്ടെ എന്ന്. എന്താ പറയണേ? നിങ്ങൾ അടിക്കാൻ കേട്ടോ, നിങ്ങൾ അടിക്കും. അല്ല നിങ്ങൾ അങ്ങനെ അടിക്കാൻ പറ്റില്ല, ഓള് ഇന്ന അടിക്കും. ഇവിടെ ഇരുന്നോട്ടെ, നിങ്ങൾക്ക് വല്ലതും കുഴപ്പമുണ്ടോ? പിന്നീടുള്ള കാര്യം പിന്നീടല്ലേ. എനിക്കറിയാം എന്താ വേണ്ട. നിങ്ങൾ എവിടെ ആണി അടിച്ചിട്ട് പോയിക്കോ. നിങ്ങളുടെ ജോലി കളയാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ. ഇവിടെ കൂടെ റോഡ് വന്നാണല്ലോ ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാർ വാങ്ങിച്ച വീട്ടിന്റെ അവിടെ തന്നെ ഇറക്കി അങ്ങ് പൊക്കൂടെ. വളരെ എളുപ്പമല്ലേ കാര്യങ്ങളൊക്കെ.